പോലും ശിക്ഷാ നടപടിയെടുത്തപ്പോ നീ ചെയ്ത തെറ്റെന്തെന്ന് ബോധ്യപ്പെടുത്തി തന്നിട്ടല്ല, മറിച്ച് നടപടിയെടുത്ത് നാണിപ്പിച്ച് നിന്ദ്യരാക്കി സമസ്തക്കാർക്ക് ചിരിക്കാൻ അവർക്ക് ഏറ്റവും വെറുപ്പുള്ള രണ്ടാളുകളെ ഈ നടുറോട്ടിൽ നിന്ദിച്ചതിന് നിങ്ങൾ ഏത് റബ്ബിനോട് മറുപടി പറയും? വളരെ ഗൗരവമാണ് ഞാൻ ഈ പറയുന്നത്. ഇനി ആ ക്ലിപ്പിംഗ് നിങ്ങളൊന്ന് കേട്ടോളൂ. മലപ്പുറം വെസ്റ്റ് ജില്ലയിൽ 27, 26, 24 നമ്മള് പിന്നെ സംഘടന ഉണ്ടാവുകയാണ്. പക്ഷേ ഖുർആൻ സുന്നത്തിനനുസരിച്ചിട്ടായിരിക്കണം അതിന് ഖുർആൻ സുന്നത്തല്ല, സംഘടന നേതൃത്വത്തെ അനുസരിച്ച് നമ്മൾ ഒപ്പിട്ട് എന്താ പിന്നെ അനുസരിക്കണം. ഖുർആൻ അതാണ് പഠിപ്പിക്കുകയോ. അതിന് ഖുർആൻ സുന്നത്തല്ല, സംഘടന നേതൃത്വത്തെ അനുസരിച്ച് നമ്മൾ ഒപ്പിട്ട് എന്താ പിന്നെ അനുസരിക്കണം. ഖുർആൻ അതാണ് പഠിപ്പിക്കുകയോ. അതിന് ഖുർആൻ സുന്നത്തല്ല, സംഘടന നേതൃത്വത്തെ അനുസരിച്ച് നമ്മൾ ഒപ്പിട്ട് എന്താ പിന്നെ അനുസരിക്കണം. ഖുർആൻ അതാണ് പഠിപ്പിക്കുകയോ. അതിന് ഖുർആൻ സുന്നത്തല്ല, സംഘടന നേതൃത്വത്തെ അനുസരിച്ച് നമ്മൾ ഒപ്പിട്ട് എന്താ പിന്നെ അനുസരിക്കണം. ഖുർആൻ അതാണ് പഠിപ്പിക്കുകയോ. ഖുർആൻ സുന്നത്തെ വിഷയം പറയുന്നത് സംഘടനയിൽ നമ്മൾ ഫസ്റ്റ് പ്രതിജ്ഞ ചെയ്തൊന്നും അങ്ങനെയല്ലേ. കാര്യമില്ല. ഖുർആൻ സുന്നത്ത് എന്താ പറയുക, സംഘടന കേരളത്തിൽ മുജാഹിദിന്റെ മെമ്പർ എന്ന് പറഞ്ഞാൽ കേരളം എന്താണ് പറയുന്നത് അനുസരിച്ച് നടക്കണം. ഇതിപ്പോ ഇങ്ങനെ ഞാൻ ചോദിച്ചോട്ടെ കമൽക്ക, അതാവില്ല. അത് കാരണം അവര് എന്താ അയലത്തിനൊക്കെ പറയുന്ന രീതിയായിട്ട് മക്കളുടെ നേതൃത്വത്തിന് ധിക്കരിക്കുന്ന ആളെ തിരിച്ച് പുറത്ത് ജോലി ഒരു രക്ഷയില്ല. സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനത്തെ KNM-ന്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നയിച്ച കമാൽ ക എന്ന് പറയുന്ന മനുഷ്യന്റെ ശബ്ദങ്ങൾ കേട്ടത്. അതിന് ഖുർആനും സുന്നത്തും അല്ല, സംഘടന എന്ന് പറയുന്നു. അതാ സംഘടനക്കെതിരായ ഒരുത്തൻ പ്രവർത്തിച്ചാൽ അവനെ പിടിച്ചു പുറത്തിടും. ഖുർആനിനും സുന്നത്തിനെതിരായി പ്രവർത്തിച്ചാലോ അവനെ പിടിച്ചകത്തിടും. ശ്രദ്ധിക്കണം. ഖുർആനിനും സുന്നത്തിനെയും ഹദീസിനെയും നിഷേധിക്കുന്ന ജിന്നുബാധയെയും അതുപോലെ പിശാചുബാധ തുടങ്ങിയ വിഷയങ്ങളിൽ കണ്ണേർ പോലെയുള്ള സലഫി പ്രസ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് അനുസരിച്ച് അതൊക്കെ വിശ്വസിക്കാത്ത നിഷേധിയെ സംഘടനക്കുള്ളിലിടും, ഖുർആനും സുന്നത്തും തിരിച്ചനെ പിടിച്ച് പുറത്തിടും എന്ന് പരസ്യമായി. എത്ര സമയം ക്ലിപ്പിംഗ് എന്നറിയോ? കേൾപ്പിക്കാൻ സമയമില്ലായിട്ടാ. ഗുരുതരമാണ്. ഖുർആനും സുന്നത്തും അല്ല, സംഘടന പറയും. അതിനെതിരെ എന്ത് വന്നാലും പിടിച്ചു പുറത്തിടും. ഇയാള് പറയുന്ന ഇത് കുറെ മുമ്പാണ്. ഡയലോഗ് എന്നറിയോ? അന്നയും പിടിച്ചു പുറത്തിടും, വേറുള്ളവരെയും പിടിച്ചു പുറത്തിടും, ബാക്കിയുള്ളവരെയും പിടിച്ചു പുറത്തിടും. ഞങ്ങൾ അതിന് സജ്ജമാണ്. ഇവരാരെയും നേതൃത്വത്തിൽ വരാൻ ഞങ്ങൾ അനുവദിക്കൂല. ആരെ? ഖുർആനും സുന്നത്തും അനുസരിച്ച് പറയുന്നവരെ നേതൃത്വത്തിൽ വരാൻ അനുവദിക്കില്ല എന്നാണ് നിന്റെ ബാക്കി ക്ലിപ്പിംഗ്. ഇനി പറ, മുജാഹിദ് ബാലുശ്ശേരിയോ സക്കരിയ സുലായിയോ അതുപോലുള്ള ആളുകളോ സംഘടനയാണോ എതിർക്കുന്നത്? ഖുർആനിനേക്കാളും സുന്നത്തിനേക്കാളും സംഘടനയാകുന്നു വലുത് എന്ന് പറയുന്നതിനെയാണോ? ഈ രൂപത്തിലാണ് സംഘടന പോകുന്നതെങ്കിൽ നമുക്കതിനോട് കോംപ്രമൈസ് ഉണ്ടോ? അത് നിങ്ങളാ തീരുമാനിക്കേണ്ടത്. ഏത്? ഖുർആനും സുന്നത്തും മാറ്റിവെച്ച് സംഘടന ഒരു സർക്കുലർ വെച്ച് നടപ്പാക്കിക്കോളുക. ഇങ്ങനൊരു ധിക്കാരമുണ്ടോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തില്? ഖുർആനെതിരാണെങ്കിലും സുന്നത്തിനെതിരാണെങ്കിലും സംഘടന പോലെ അനുസരിച്ചല്ല പിടിച്ച് പുറത്തിടും. നമ്മൾ ഇതിനെ എതിർക്കുന്നത്. ഇനി പറ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കുന്നവരെ പറ, എന്താ നമ്മൾ ഈ കേൾക്കുന്നത്? അതുകൊണ്ട് ഇവിടെയുള്ള സഹോദരീ സഹോദരന്മാരോട് എല്ലാം ഹക്കിന് വേണ്ടി നിന്നോളെ ഈ മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ. ഇനിയോ അതിനേക്കാൾ ഗുരുതരമായി വലിയ പണ്ഡിതന്മാരാണ്. ജാമിയ നബവിയിൽ പഠിച്ച് റിയാദിൽ ഒരുപാട് വർഷങ്ങളായി ഈ മൂവർ സംഘത്തിന്റെ നേതാവിന്റെ ശിഷ്യനായി ഒരു സ്വലാഹിയുണ്ട്. നിങ്ങളത് കേൾക്കണം, നിങ്ങളത് മനസ്സിലാക്കണം. കേട്ടോളൂ. നാം പ്രതിനിധീകരിക്കുന്ന, നാം ലക്ഷ്യം വെക്കുന്ന നമുക്കൊരു ലക്ഷ്യമുണ്ട്, കൃത്യമായ ഒരു ലക്ഷ്യം. അള്ളാഹുവിൻ്റെ ലിഖാ, പടച്ചതമ്പുരാന്റെ അടുക്കലുള്ള ആ സ്വർഗം, അത് നേടിയെടുക്കുന്നതിനുള്ള പ്രവർത്തനത്തിൻ്റെ രംഗങ്ങളിൽ ആ റൂട്ടിൽ എന്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും അതൊരിക്കലും തന്നെ ആ റൂട്ട് തെറ്റിക്കുന്നിടത്തേക്കോ ആ ലക്ഷ്യത്തെ മറക്കുന്നിടത്തേക്കോ അതൊന്നും തന്നെ ആകാൻ പാടില്ല. ഏത് പ്രശ്നങ്ങളുണ്ടായിരുന്നാലും നമ്മൾക്ക് നേതൃത്വം നൽകുന്ന, നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പണ്ഡിതന്മാർ ആ വിഷയത്തെക്കുറിച്ച് എന്ത് പറഞ്ഞോ അത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കുക. ഏത് പ്രശ്നങ്ങളുണ്ടായിരുന്നാലും നമ്മൾക്ക് നേതൃത്വം നൽകുന്ന, നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പണ്ഡിതന്മാർ ആ വിഷയത്തെക്കുറിച്ച് എന്ത് പറഞ്ഞോ അത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കുക.
റിയാദിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിർവഹിക്കാനുള്ള ഡ്യൂട്ടി, നമുക്ക് നിർവഹിക്കുവാനുള്ള മസ്ഊലിയത്ത് അതുതന്നെയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ കേട്ടോ, നമ്മൾ സാധാരണയായി പറയാറുള്ളത് എന്താ? ഫൈൻ തനാസതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂലി. അത് രണ്ടും വിശദീകരിച്ചില്ല, അതാണ് മാറ്റിവെച്ചു. എന്നിട്ട് പറഞ്ഞു ജമിയത്തുൽ ഉലമ എടുക്കുന്ന അക്ഷരം പ്രതി. ഇങ്ങനെയാണോ നമ്മൾ ഇതുവരെ പറഞ്ഞത്? നമ്മൾ ഇതുവരെ ജനങ്ങളെ പഠിപ്പിച്ചതാണോ? എന്ത് അപകടമാണ് ഇവിടെ പറയുന്നതെന്നറിയോ? ഖുർആനും സുന്നത്തും അനുസരിച്ച് സലഫുകൾ ഒരു തീരുമാനം എടുത്താൽ അതിനെതിരാണ് നേതൃത്വമെങ്കിൽ അത് മാറ്റിവെക്കണം എന്നാണ്. അല്ലേ? ഈ വിഷയത്തിൽ എം അക്ബർ സാഹിബിന്റെ ചില പരാമർശങ്ങൾ നിങ്ങൾ ഗൗരവമായി കേൾക്കണം. ഏതെങ്കിലും നേതാക്കന്മാരെയോ പണ്ഡിതന്മാരെയോ സംഘടനയോട് അനുസരിക്കേണ്ടത് എന്നത് ശരിയല്ല, അത് മൻഹജു സലഫ് അല്ല എന്ന് പറഞ്ഞ് ഈ വിഷയത്തിൽ കൃത്യമായി നമ്മുടെ നിലപാട് ബഹുമാന്യനായ എം അക്ബർ സാഹിബ് വിശദീകരിക്കുകയാണ്. ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു പണ്ഡിതൻ പറഞ്ഞു എന്നുള്ളത് ഇസ്ലാം ദീനിൽ തെളിവല്ല. നദവത്തുൽ മുജാഹിദീന്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി ഒരു കാര്യം പറഞ്ഞു എന്ന് വിചാരിക്കുക, അതിനെതിരെ ഖുർആനും സുന്നത്തും തെളിവ് തരുന്നുവെങ്കിൽ ആ ജനറൽ സെക്രട്ടറിയുടെ വാക്ക് തള്ളിക്കളയണം എന്നും ഖുർആന്റെ സുന്നത്തിന്റെ തെളിവ് സ്വീകരിക്കണം എന്നുമുള്ളതാണ് സലഫുകളുടെ നിലപാട്, നദവത്തിന്റെ നിലപാട്. അതാണ് ഈ പ്രസ്ഥാനത്തെ മറ്റുള്ളവയിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്നതും എന്ന് മനസ്സിലായല്ലോ. കേരള നദവത്തുൽ മുജാഹിദീന്റെ ബഹുമാനനായ ജനറൽ സെക്രട്ടറി എ പി അബ്ദുൽ ഖാദർ മൗലവി, അള്ളാഹു അദ്ദേഹത്തിന് ഏറെ പ്രതിഫലം നൽകട്ടെ, അദ്ദേഹമാണ് പറയുന്നതെങ്കിലും അത് തള്ളിക്കളയണം. ഈ വിഷയത്തിൽ ഒരു കാര്യം അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. അദ്ദേഹം അറിയുന്നില്ല ഇവർ ചെയ്തു കൂട്ടുന്ന പലതും. എനിക്കറിയാമത്. പലർക്കും അദ്ദേഹത്തെ പോയി ഇപ്പോൾ കാണുന്നവർക്കൊക്കെ അറിയാം. പലതും അദ്ദേഹം അറിയണില്ല. എന്നോട് പോലും ഞാൻ അദ്ദേഹത്തിന് വീട്ടിൽ ചെന്നപ്പോ ആരെ എന്നെ പുറത്താക്കി എന്ന് വെച്ചിട്ടുണ്ട്. തമാശയെല്ലാം പറയുന്ന ഒരുപാട് സാക്ഷികൾ ഈ വിഷയങ്ങളിലെല്ലാം നമുക്ക് ഹാജരാക്കാൻ കഴിയും. അദ്ദേഹത്തിന്റെ സീലും ലെറ്റർ പേഡും ദുരുപയോഗം ചെയ്ത് ഇവിടെ പലതും നടക്കുന്നു. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും സലഫുകളും പറയുന്നത്, അതിനെതിരെ സംഘടന പറഞ്ഞാൽ അവരോട് മാറിപ്പോകാൻ പറയുക എന്നാണ്. പ്രോഫ്കോണിലെ പ്രൗഢമായ മറ്റൊരു പ്രഖ്യാപനം ഇതേ വ്യക്തിയുടേത് നിങ്ങൾ കേൾക്കുക. നദവത്തുൽ മുജാഹിദീൻ പറഞ്ഞത് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എപ്പോഴാണ്? ഖുർആനും സുന്നത്തും അനുസരിച്ചവർ പറയുന്നിടത്തോളം കാലമാണ്. നാളെ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് നിങ്ങളോട് ഖുർആനിനും സുന്നത്തിനും എതിരെ ഒരു കാര്യം പറഞ്ഞാൽ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റിനോട് നിങ്ങൾക്ക് പോകാൻ പറയുക, അവരോട് നിങ്ങളുടെ വഴിയിൽ നിന്ന് മാറിപ്പോകാൻ പറയുക, ഖുർആനും സുന്നത്തും അനുസരിച്ച് നിങ്ങൾ ജീവിക്കുക. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് വിധേയമായി തമ്മിൽ തർക്കിക്കാനല്ല, മറിച്ച് ഒരു ആദർശത്തിൽ അധിഷ്ഠിതമായി സ്വന്തം ജീവിതത്തെ നയിക്കാനും ആ ആദർശത്തിൽ അധിഷ്ഠിതമായി സ്വന്തം ജീവിതത്തെ കരുപ്പിടിപ്പിക്കുവാനുമാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്യാത്തത് കൊണ്ടാണ് ആർക്കും പിഴവുകൾ ഉണ്ടായത്. ജമാഅത്ത് ഇസ്ലാമിക്ക് മാത്രമല്ല, ലോകത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം സഹാബിമാരുടെ കാലം കഴിഞ്ഞ ശേഷം ഒരുപാട് വ്യതിയാന പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ടായ വ്യതിയാനങ്ങൾ ഉണ്ടായതിന്റെ അടിസ്ഥാന കാരണം ഖുർആനിനെയും സുന്നത്തിനെയും സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ സന്നദ്ധമായില്ല എന്നുള്ളതാണ്. അത് നമ്മൾ മാറ്റിവെച്ച് സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക. സഹോദരങ്ങളെ, വിശദീകരണം വളരെ വ്യക്തമാണ്. KNM പറഞ്ഞു എന്നതുകൊണ്ടല്ല നമ്മളത് സ്വീകരിക്കുന്നത്. MSM ഖുർആനിനും സുന്നത്തിനും സലഫുകൾക്കെതിരെ പറഞ്ഞാൽ നിങ്ങൾ വഴിയിൽ നിന്നും മാറിപ്പോകൂ എന്ന്. ഇതാണ് നമ്മുടെ നിലപാട്. ഇതാണ് മടവൂരികളുമായി നമ്മൾ പടർന്നപ്പോ നമ്മുടെ നിലപാട്. നമ്മൾ ഏത് കാലഘട്ടത്തിലും സ്വീകരിച്ച നിലപാട്. നിങ്ങൾ നോക്ക്, KNM കോർഡിനേഷൻ വകുപ്പിന്റെ ആവശ്യപ്രകാരം കേരള ജമിയത്തുൽ ഉലമ നിർവാഹക സമിതിയുടെ അംഗീകാരത്തോടെ നടന്ന പണ്ഡിത ചർച്ചയുടെ തുടർച്ചയായ തീരുമാനത്തിന് വേണ്ടി 2001 ജൂൺ 4 മദീനത്തുൽ ഉലൂം ലൈബ്രറിയിൽ ചേർന്ന KJU നിർവാഹക സമിതി യോഗത്തിന്റെ മിനിറ്റ്സ് ഇതിലെന്താ ഉള്ളത് കേട്ടോളൂ നിങ്ങൾ. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. വ്യതിയാനം സംബന്ധിച്ച വിവരവും പ്രതികരണങ്ങളും തീരുമാനങ്ങളും ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും മതപരമായ കാര്യങ്ങൾ സ്വീകരിച്ചാചരിക്കുന്നതിനും സച്ചരിതരായ സലഫിന്റെ മാർഗം അവലംബിക്കേണ്ടതില്ലെന്നും അങ്ങനെ ഒരു മൻഹജ് തന്നെ ഇല്ലെന്നുമുള്ള വാദം നാം ഇതുവരെ പുലർത്തിപ്പോന്ന ആശയാദർശങ്ങളിൽ നിന്നുള്ള വ്യതിയാനമാണ്. അങ്ങനെ ഒരു വാദമില്ല നമ്മുടെ ഉരിയുള്ളത്. ഇനി പ്രതികരണം എന്താണ്? പ്രതികരണം കേട്ടോളൂ.
ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും ഹദീസ് ദുർബലമാണ് എങ്കിലും അത് സലഫുകൾ എങ്ങനെ മനസ്സിലാക്കി വ്യാഖ്യാനിച്ചു അങ്ങനെ സ്വീകരിക്കണമെന്നാണ്. ഇതാ നമ്മുടെ തീരുമാനം. അവരെന്തെടുത്തോ, ഹദീസുകളെ കുറിച്ച് എന്ത് നിലപാടെടുത്തു, അതേ ഈ തീരുമാനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായി നമ്മൾ എടുക്കുന്ന തീരുമാനം. ഇത് ഗൗരവമായി തന്നെ നാം പഠിക്കേണ്ടതാണ്. സംഘടനയിൽ ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം മടവൂർ വിഭാഗം പുറത്തുനിന്നെതിരെ ധാരാളം ശബ്ദിച്ചു നോക്കി, തകർക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടു. പിന്നെ അവർ ചെയ്തത് എന്താണ്? ചാരന്മാരെ അയക്കുക. സമസ്തയിൽ നിന്ന് ചാരന്മാർ, മടവൂരിസത്തിൽ നിന്ന് ചാരന്മാർ. ഏത് കാലഘട്ടത്തിലും അതാണല്ലോ. ചാരന്മാരെ കടത്തിവിട്ട് ഇത് നശിപ്പിക്കുന്ന ചില പ്രവണതകൾ ഉണ്ടായി. ആ വിഷയമായി ഹുസൈൻ സലഫി നടത്തുന്ന ചില പരാമർശങ്ങൾ നിങ്ങൾ ഗൗരവമായി കേൾക്കേണ്ടതുണ്ട്. ഹുസൈൻ സലഫി ഈ കഴിഞ്ഞ റമദാനിൽ ഇത്തരത്തിലുള്ള ചാരന്മാരുടെ പേര് സൂചിപ്പിച്ചുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് അനുഭവിക്കുന്ന ദുരന്തത്തില് അവരിന്ന് മടവൂരി സ്റ്റേജിലാ ഉള്ളത്. മുജാഹിദ് വേദിയിൽ വന്നവർ, CD ടവറിൽ ഇരുന്നവർ, ISM എന്ന നിർവാഹ സമിതി അംഗങ്ങളെന്ന് പ്രചരിപ്പിക്കപ്പെട്ടിരുന്നവർ, അവരിൽ പലരും നിങ്ങൾക്കറിയാം ഇന്ന് മടവൂരികളോടൊപ്പമാണ്. ഹദീസ് നിഷേധികളാണ്, പലതിനെയും നിഷേധിക്കുന്നവരാണ്, ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ പരിഹസിക്കുന്നവരാണ്. അതിനെ സംബന്ധിച്ച് ഹുസൈൻ സലഫി പറയുന്ന ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ആ രീതിയിൽ ജീവിക്കുന്ന മുജാഹിദുകളുടെ മനസ്സ് വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്ഥിരം ലേഖനങ്ങൾ. ഒരു കാര്യം ഞങ്ങൾ മനസ്സിലായിക്കോളിൻ, ഇതുകൊണ്ടൊന്നും ഒരാളും പതറിപ്പോകരുത്. മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇത് തീയിൽ മുളച്ച പ്രസ്ഥാനമാണ്. ഇത് ഇനി വെയിലത്ത് വാടൊന്നുമില്ല. എത്രയെത്ര എരിവേറ്റിമാര് വന്നുപോയി എന്നറിയങ്ങൾക്ക്, എത്രയെത്ര അബ്ദുള്ളമാര് വന്നുപോയി. ഇസ്ലാമിക ചരിത്രം നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്ക്. മുസ്ലിം സമൂഹത്തെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി പുറത്തുനിന്ന് ചാരനായിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു അബ്ദുള്ളയുണ്ടായിരുന്നു. അവന്റെ പേരും അബ്ദുള്ളായിരുന്നു. പക്ഷെ അബ്ദുല്ലാഹിബ്നു സബ ആണ്, ജൂതൻ. ഒരു ജൂതൻ വേഷം മാറിയിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അവനാണ് ഷിയായിസത്തിന്റെ ശില്പി, അവനാണ്. അങ്ങനെ ഷിയായിസം ഉണ്ടാക്കി, അങ്ങനെ ചാരപ്പണികളെടുത്ത് സ്വഹാബത്തിനെ തമ്മിലടിപ്പിച്ചു ആ അബ്ദുള്ള എന്ന ചാരൻ. അത്തരത്തിലുള്ള പേരുള്ള ചാരന്മാര് ഇംഗ്ലീഷിലെ 3 അക്ഷരങ്ങൾ തലക്ക് ചേർത്തുകൊണ്ട് ഇനിയും രംഗത്തുണ്ടാകും. പല രൂപത്തിലുള്ള ആളുകളും ഉണ്ടാകും. മുജാഹിദ് പ്രസ്ഥാനത്തിൽ പലതുമുണ്ട് എന്ന് വരുത്തി തീർത്ത് നമ്മുടെ ഒരേ രൂപത്തിൽ ജീവിക്കുന്ന പ്രബോധകന്മാരെയും പ്രഭാഷകന്മാരെയും പണ്ഡിതന്മാരെയും അവര് ശിർക്കിലേക്ക് വിളിക്കുന്നു, അന്ധവിശ്വാസത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. ശരിക്കും മനസ്സിലാക്കിക്കോളിൻ. അഹ്ലൻ റമദാൻ എന്ന് പറഞ്ഞിരുന്നാൽ പോരാ, പരിശുദ്ധ റമദാൻ വരുന്നതിന്റെ മുമ്പേ മനസ്സൊന്ന് ക്ലിയർ ആക്കണം. അത്തരക്കാരൊക്കെ ആരാനെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞിട്ടല്ല നോമ്പിനെ സ്വീകരിക്കേണ്ടത്. പരിശുദ്ധമായ മാസമാ വരാൻ പോകുന്നത്. എന്തിനാ ഒരു കൂട്ടരെ കുറിച്ച് ഇല്ലാത്തത് പറയുന്നത്? മുജാഹിദ് പ്രസ്ഥാനം നവോത്ഥാനത്തിൽ നിന്ന് നവയാഥാസ്ഥികതയിലേക്കാണ് ചില ആൾക്കാർ വലിയ ഒലക്കമൊക്കി ലേഖനം എഴുതുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. മുജാഹിദ് പ്രസ്ഥാനം എവിടെയാ പണ്ട് പറഞ്ഞതിൽ നിന്ന് മാറിയത്? ഇതെല്ലാവരും പഠിച്ചോളിൻ. മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട അതിലേക്ക് അനുഭാവമുള്ള ആളുകളെ മനസ്സു മടുപ്പിച്ച് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്ന് ആരെങ്കിലും സ്വപ്നം കാണുന്നുവെങ്കിൽ പ്രിയ സഹോദരന്മാരെ, ആ പകൽ സ്വപ്നം വെറുതെ അങ്ങ് നിർത്തിവെക്കലാണ് നല്ലത്. ഒരൊറ്റ മുജാഹിദിനും ഒരു പകർച്ച ഉണ്ടാവില്ല. കാരണം എന്താ അറിയോ? മുജാഹിദ് പ്രസ്ഥാനം ഏത് വിഷയത്തിലും അതിന്റെ പണ്ട് കാലത്തുള്ള പണ്ഡിതന്മാരെന്താണോ പറഞ്ഞ് അന്നെ ഇപ്പോഴും പറയുന്നത്. ഖുർആനിലും ഹദീസിലും ഉള്ള നിയമങ്ങൾ പറഞ്ഞ പണ്ഡിത സംഘടനയാണ് കേരള ജംഇയ്യത്തുൽ ഉലമ. ഈ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത സംഘടനക്ക് അത് മാത്രമല്ല പേരുള്ളത്, അത് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ കൂടെ ഒരു വാലുണ്ട്. എന്താ? കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസുന്നത്തി വൽ ജമാഅ. സഹോദരങ്ങളെ, KKP യെ കുറിച്ചാണ് ഈ പറയുന്നത്. KKP അബ്ദുള്ള ഇപ്പൊ എവിടെയാ? മടവൂരികളുടെ വേദികളിലാണ്. ഇതുവരെ എവിടെയായിരുന്നു? KNM-ന്റെ ഇരിട്ടി പള്ളിയില് അദ്ദേഹത്തെ സംരക്ഷിച്ചവരാരാ? KKP അബ്ദുള്ള എഴുതിയ പുസ്തകമുണ്ടല്ലോ, അന്ധവിശ്വാസത്തിലേക്ക് ഒരു പിൻവിളി എന്ന. ആരാത് എഴുതി കൊടുത്തത്? ആരാ അതിന് ഓശാന പാടിയത്? ആരാ സഹായിച്ചത്? KKP അബ്ദുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ കയറി, നമ്മുടെ മുജാഹിദ് ആസ്ഥാനത്തെത്തി, നമ്മുടെ പ്രഗത്ഭ പണ്ഡിതന്മാരെ പോയി കണ്ടു.
അവർക്ക് ക്ലിപ്പിംഗ് കൊടുത്തു. മടവൂരികൾ പ്രചരിപ്പിച്ച ക്ലിപ്പിംഗ്. അതിലെനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ? ജമാഅത്തെ ഇസ്ലാമി ഇവിടെ തോൽക്കുന്നത് ഇസ്ലാം എന്ന ഹുസൈൻ സലഫിയുടെയും സക്കറിയ സുലായിയുടെയും ഈ ഉള്ളവന്റെയും ഒക്കെ കേസറ്റുകൾ കട്ട് ചെയ്ത് അവർ തലയും വാലും മുറിച്ച് പ്രചരിപ്പിച്ചു. ഇവർക്കിടയിൽ ഇസ്ലാം തോൽക്കുന്നു. അത് ആരുടെ കൈകളിലാ ഉണ്ടായതെന്നറിയുമോ? നമ്മുടെ സമ്മേളനത്തിന്റെ ചെയർമാൻ PK സാഹിബിന്റെ കയ്യിൽ. എന്നിട്ട് അദ്ദേഹം അത് വിതരണം ചെയ്യുകയാണ്. ജമാഅത്തെ ഇസ്ലാമി നമുക്കെതിരെ ഇറക്കിയത് നമ്മുടെ സ്റ്റേറ്റ് നേതാവ്, ഒരു കാലഘട്ടത്തിൽ ജില്ലയുടെ നേതാവ് അത് വിതരണം ചെയ്യുകയാണ്. മടവൂരികൾ പ്രചരിപ്പിച്ച അതുപോലെയുള്ള സീഡികൾ, ഡോക്യുമെന്ററികൾ നമ്മുടെ നേതാക്കന്മാരുടെ കൈകളിൽ എത്തിച്ച KKP അബ്ദുള്ള ഇന്നെവിടെ? ഈ കഴിഞ്ഞ കാഞ്ഞങ്ങാട് സമ്മേളനത്തിൽ ഹാരിസ് ചേറൂർ, ഹദീസ് നിഷേധി, ധിക്കാരി, ഈ സംഘടനയെ പലപ്പോഴും എതിർത്തവൻ, അവനെ നമ്മുടെ KNM-ന്റെ ഇപ്പോഴത്തെ ഈ ലീഡർമാർ അവിടെ ചെന്നപ്പോ അവരവിടെ പിടിച്ചിരുത്തി. അവൻ പ്രസംഗിച്ചു എന്ന പത്രവാർത്ത. ഹാരിസ് ചേരൂർ, സിദ്ദീഖ് തലശ്ശേരി സിദ്ദീഖ് അല്ലേ, നിഅമത്തുല്ലാ ഫാറൂഖിയുടെ ഹദീസ് നിഷേധ പ്രസംഗം റെക്കോർഡ് ചെയ്തതിന്റെ പേരിൽ പുറത്ത്. അത് പ്രസംഗിച്ചാലോ അകത്ത്. എന്തൊരു നീതിബോധം, എന്തൊരു നീതിബോധമാണിത്, എന്തൊരു അവസ്ഥാവിശേഷമാണിത്. ആ KKP അബ്ദുള്ള ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന നിങ്ങൾ കേൾക്കണം. ആ ഭാഗമാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. സ്ഥലത്ത് എന്തെല്ലോ കളിച്ചിട്ടുണ്ടാവാൻ പണ്ട്. പക്ഷെ ഇപ്പോഴൊക്കെ മൂപ്പര് ഈ വിഷയത്തിൽ പൂർണ്ണമായിട്ട് നമ്മളായിട്ട് സഹകരിച്ചിട്ടാണ്. അല്ലാതെ അവസാന നിമിഷം മൂപ്പര് കളിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ പറ്റിക്കുകയോ ഒന്നും ചെയ്യുന്ന വഞ്ചിക്കുന്നുള്ള ഒരു പരിപാടി ഉണ്ടായിട്ടില്ല. കാരണം അതിന്റെ ഏറ്റവും തെറ്റ് നമുക്കറിയാം. മൂപ്പര് അന്നേരെ നമ്മളോട് ഇത് ഇറങ്ങുമ്പോ പറഞ്ഞിന് നമ്മൾക്ക് ജയിച്ചു, ഇത് വലിയ സംഗതിയാണ്, 90% ആളുകളിൽ വരെ കൂടിയാണ്, അങ്ങനെയുള്ള രീതി തന്നെയാണ് ഇറങ്ങുന്നത്. പക്ഷെ നേതൃത്വത്തെ കിട്ടിയാൽ ഒന്ന് പിടിക്കാൻ നോക്കിയതാ. മൂപ്പരുടെ സങ്കല്പിതായിരുന്നു നേതൃത്വം മൊത്തം ഈ നമ്മുടെ ആശയം അവതരിപ്പിച്ച് അംഗീകരിപ്പിച്ചാൽ പിന്നെ IHM അംഗീകരിക്കേണ്ടി വരും. അങ്ങനെ സംഘടന അംഗീകരിക്കുമ്പോൾ സ്വാഭാവിക ജനങ്ങളൊക്കെ തിരിച്ചു വരാം. പക്ഷെ എല്ലാം പൊളിച്ചളഞ്ഞു. മറ്റേ അത്രയാണ്. അല്ല, സംഗതി ഇപ്പൊ നേതൃത്വത്തിന് ഇപ്പൊ ആർക്കും എതിർപ്പ്? KNM-ല് ആർക്കും എതിർപ്പുണ്ടോ? എന്ത് KJV എക്സിക്യൂട്ടീവിലെ മുഴുവൻ ആളുകളും ഇയാൾക്കെതിരെ തിരിഞ്ഞെന്നല്ല പറഞ്ഞത്. അത് മാത്രം കാര്യമില്ല. ഇപ്പൊ ഈ ഗൾഫിലുള്ള EM, അതേപോലെ പറപ്പൂര്, അക്ക് സുല്ലമി, ഇങ്ങനെ കുറച്ച് ആൾക്കാരും അതോടൊപ്പം മുഴുവൻ ISM-ഉം MSM ഒക്കെ ഇത് വിഷയാക്കിയില്ലേ, ഭയങ്കരമായിട്ട് ഒരു ഇളകി മറിഞ്ഞില്ലേ CP അടക്കമുള്ളവര്. അപ്പൊ ഒരു CP മാത്രല്ലേ ഇറങ്ങിയിട്ടുള്ളൂ ISM-ല്? അല്ലല്ല, ഷാക്കിറുണ്ട്. ആരായില് ഇങ്ങോട്ടുള്ളത് എന്ന് ചോദിക്കുന്നതായിരിക്കും നല്ലത്. കാരണം 1-2 ആൾക്കാർ മാത്രമേ സെലഫിനെ അനുകൂലിക്കുന്നവരുള്ളൂ. സഹോദരങ്ങളെ, ആരാ ഒത്താശ ചെയ്തത്? ആരാ സൗകര്യങ്ങൾ ചെയ്തത്? ആരാണ് നിങ്ങളുടെ ഏർപ്പാടുകൾ ചെയ്തു കൊടുത്തത്? സംഘടനയെ പിടിക്കാൻ ആരാ ശ്രമിച്ചത്? അത് പരാജയപ്പെട്ടപ്പോൾ ഉണ്ടായ ആരോപണം പിന്നീട് എന്താണ്? ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. മണിക്കൂറുകളാണ്. KKP അബ്ദുള്ള എന്ന് പറയുന്ന ഈ ജൂത പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഈ ആളുണ്ടല്ലോ, മടവൂരികളുടെ ചാരൻ ഇന്നെവിടെ? മടവൂരികളുടെ കൂടെ. എന്താ നമുക്ക് നേരം വിളിക്കാത്തത്? എന്താ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകാത്തത്? തുടർന്ന് കുറച്ചുകൂടെ കേട്ടോളൂ. അപ്പൊ ഈ വിഷയത്തിൽ ഞങ്ങളോട് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായില്ലേ, ഇത് നേതാക്കന്മാരെ ഒരിക്കലും നമ്പരുത്, നമ്മളെ കളിപ്പിച്ചിട്ടേ. അല്ല, ഈ സെലഫി ഇപ്പം കളിപ്പിച്ചതല്ല. അല്ല അല്ലേ? അല്ലല്ല, അത് അയാൾക്ക് എന്തെന്ന് പറഞ്ഞാ ഈ ആയുധം നഷ്ടപ്പെട്ടവന്റെ കീഴടങ്ങൽ എന്ന് പറയല്ലേ, എന്നതുപോലെ പൊരുതിയിട്ട് അവസാനം അയാൾ അത്രത്തോളം നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല, നമുക്ക് അനുഭവം ഉണ്ട്. അത് ശരി. എന്നുവെച്ചാല് മൂപ്പര് എന്നെ കൊണ്ട് ഓരോരുത്തരെയും പിടിപ്പിച്ചിട്ട് ഞാൻ ഇങ്ങനെ പോകുമ്പോ ഓരോരുത്തരും MM മദനിന്റെ വീട്ടിലെത്തിയപ്പോ പറയുന്ന MM മദനി വിളിച്ചിട്ട് ആ പുറത്ത് ഗേറ്റിലുണ്ട് KKP നിൽക്കുന്നത്, നിങ്ങളെ കാണാൻ വന്നതാണ്. എന്നിട്ട് ഞാൻ നേരിട്ട് ചെന്ന് KKP ആണെന്ന് പറഞ്ഞ് ഏത് KKP, എന്ത് KKP, എന്തിനാ വന്നതെന്നൊക്കെ പറഞ്ഞ് ചൂടാവുകയും ചിലപ്പോ നമ്മൾ പറഞ്ഞൊന്നും കേൾക്കില്ല വരും. അങ്ങനെ നമ്മളെ വിളിക്കുകയും അവിടെ മറ്റേ ഇതിന്റെ ലൈബ്രറിയിൽ ഇരുത്തുകയും ചെയ്ത് പുളിക്കല്ല്. എന്നിട്ട് അവിടുന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന CD അരമണിക്കൂറിലധികം നമ്മളുടെ ലാപ്ടോപ്പിൽ വെച്ച് കാണുകയും ഞങ്ങൾ പറയുന്നത് മുഴുവനും കേൾക്കുകയും എഴുതി വെക്കുകയും ചെയ്തു.
അത് ഇത് ചിലപ്പോ എമ്മതി ഞങ്ങൾ പറഞ്ഞത് കേൾക്കാൻ ഇയാള് സന്നദ്ധനായത് പടച്ചനെ പഠിച്ചിട്ടൊന്നല്ല, സലഫി പറഞ്ഞപ്പോ സ്വീകരിച്ചതാ. അങ്ങനെ തന്നെ എപിന്റെ അടുത്ത് പോയപ്പോ ബസ്സിൽ എപിന്റെ അടുത്ത് സംസാരിക്കാൻ കഴിഞ്ഞത് ഇയാൾ ഇടപെട്ടിട്ടാണ്. എപിന്റെ അടുത്ത് പോയപ്പോ ഓരോ സ്ഥലത്തുനിന്നും നമ്മൾ എത്തുന്ന എവിടെത്തി ഇങ്ങനത്തെ വിളിക്കും, അവിടെ എത്തി എന്നാ നിങ്ങൾ പോയിക്കോളൂ, വേറെ ആരുമില്ല അവിടെ എന്ന് വരെ ഫോണിൽ നിരന്തരം വിളിച്ചിട്ട് 10-40 പണ്ഡിതന്മാരുമായി ബന്ധപ്പെടുത്തിയതൊക്കെ, അതായത് എല്ലാ പ്രവർത്തനം ഞാൻ നിങ്ങളോട് ആരോടും എല്ലാം പറയാൻ കഴിയില്ല വെച്ച് പറയാറില്ല. അടുത്ത് ഈ വിഷയത്തിൽ വളരെ ഇൻവോൾവ് ആയിരുന്നു, നമ്മളെക്കാളും താല്പര്യം ഉണ്ടായിരുന്നു, നമ്മളെക്കാളും ശ്രമിച്ചിരുന്നു. ഇങ്ങനെ അണ്ടർഗ്രൗണ്ട് വർക്ക്. ശരി. അല്ല ഞാൻ വിചാരിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് നേരിട്ട് ബന്ധമില്ല നിങ്ങൾ പറഞ്ഞല്ലോ സെലഫിനോട്. അങ്ങനെ നിങ്ങൾ നേരിട്ട് ബന്ധപ്പെടലില്ല, ഫോണിലൊക്കെ മടിയാണെന്നൊക്കെ പറഞ്ഞു. അത് മൂപ്പരുടെ ഒരു ഇതാണ് നേരിട്ട് പറയാന്നുള്ളത്. മൂപ്പർക്ക് ആര് അത്ര വിശ്വാസമില്ല നിലക്കാണ്. പിന്നെ അല്ല മൂപ്പരത് പറയണ്ട്, ഫോണിൽ പറയണ്ടേയില്ല, ഫോൺ ചോർത്താൻ വരെ ചെയ്യാലോ. അല്ല മൂപ്പര് നിങ്ങളോടോ ഇങ്ങനെ വിളിച്ചിരുന്നതോ ഒപ്പല്ല ആളുകളോടോ? എങ്ങനെ നിങ്ങളാ വിളിച്ചിരുന്നത് അതോ ഒപ്പല്ല ആളുകളോ അങ്ങനെ കാണാൻ പോകുമ്പോ? ഇല്ല, മൂപ്പര് ഇങ്ങോട്ട് വിളിക്കലാണ്. നമ്മളെ ഇവിടുത്തെ ബന്ധപ്പെട്ട പിന്നെ പയ്യന്നൂർ ടീമും ഞങ്ങളെല്ലാം പോകുമ്പോ ഞങ്ങൾ എവിടെത്തി എന്നൊക്കെ ചോദിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. പക്ഷെ നേതാക്കളെല്ലാം വിളിച്ച് ഒരിക്കലും അവരതിന് സമയം കണ്ടെത്തലൊക്കെ മൂപ്പരുടെ ഇതായിരുന്നു. അല്ലാതെ നമ്മൾ പോയ ഈ 10-50-60 പണ്ഡിതന്മാരെ മുഴുവനായിട്ട് കാണാൻ കഴിയുമോ? അത് പരമാവധി രാവിലെ പോയിട്ട് രാത്രി വരെ ഒരു 10-20 ആളെയൊക്കെ ഇങ്ങനെ ഒന്നിച്ച് കാണാനൊക്കെ ഇയാള് ആദ്യത്തെ വരികയാണ്. അല്ലെ ഞാനെന്താ പറഞ്ഞ എനിക്കിതൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മൂപ്പര് മൂപ്പര് എന്നല്ല നേതാക്കന്മാരൊക്കെ അവരെ സ്ഥാനം. അല്ല അവസാനം അത് മാത്രല്ല, സെൻട്രലിൽ ഇവരൊക്കെ ഗ്രൂപ്പ് യോഗം എന്ന് പറയുന്ന ആരോപണം നടത്തിയതിൽ മൂപ്പരാണ് നേതൃത്വം വഹിച്ചത്. മൂപ്പരാണ് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂരിഷനെയും പിന്നെ മറ്റേ ഇയാളെയും എന്തെന്നാ അബ്ദുൽ ഖാദർ എരഞ്ഞിക്കലിനെയും നാണിയാജിനെയും അങ്ങനെ പ്രമുഖരായ എല്ലാ നേതാക്കളെയും പിന്നെ പണ്ഡിതന്മാരെയും ഒക്കെ എത്തിച്ചത്. എത്രത്തോളം ഹനീഫിനടക്കം അങ്ങോട്ട് കൊണ്ടുവെത്തിച്ചത് മൂപ്പരല്ലേ? അതില് നമ്മളെന്തിനു വിളിക്കണ്ട്? നമ്മളെന്ത് നമ്മളെ വിളിച്ചില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അയാളെ ചെയ്യാൻ കഴിയോ? സഹോദരങ്ങളെ, കരയാനാണ് എനിക്ക് തോന്നുന്നത്. പരലോകബോധമുള്ള മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനം ജനങ്ങളെ നിഷ്കളങ്കമായി ദീനിലേക്ക് ക്ഷണിക്കേണ്ട ഒരു പ്രസ്ഥാനം അതിന്റെ നേതൃത്വത്തിലിരിക്കുന്ന ചെല്ലക്കുറിച്ചായി പറഞ്ഞു. പരലോകബോധം ഉണ്ടായിട്ടല്ലത്രേ അത് കേട്ടത്. മദീനത്തുൽ ഉലൂമിലെ 30 മിനിറ്റിലധികം ഇവര് മടവൂര് വിഭാഗം ഇറക്കിയ ക്ലിപ്പിംഗ് കേൾപ്പിക്കുകയാണ്. 40-ലധികം പണ്ഡിതന്മാരെ പോയി കാണുകയാണ്. അതിനെല്ലാ സൗകര്യങ്ങളും ഓരോ 5 മിനിറ്റിലും ചെയ്തു കൊടുത്തത് സെലഫിയാണ്. സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ പ്രശ്നം. ഓരോരുത്തരെ വിളിച്ചു പറഞ്ഞതും അവിടെ ആരുമില്ല, ചെന്നോ പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും ഇൻട്രസ്റ്റോടെ പ്രവർത്തിച്ചതും ഇതാണ് നമ്മുടെ സംഘടന ഇന്നെത്തിയത്. നമ്മൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നു എന്ന് നേരത്തെ ഞാൻ കേൾപ്പിച്ച SLRC പണ്ഡിതൻ പറഞ്ഞതും നേരത്തെ ഞാൻ കാണിച്ച നമ്മുടെ നേതാവ് പറഞ്ഞതും അതുപോലെയുള്ള ആളുകൾ വാദിക്കുന്നതും ഈ KKP എന്ന് പറയുന്ന ചാരപ്പണി ഇടഫലമാണ്. സഹോദരങ്ങളെ, ഈ രൂപത്തിലാണ് ഇത് നടന്നു പോയത്. അല്ലാതെ നമ്മുടെ ആദർശത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. ഈ ആളുകളെ തിരിച്ചറിഞ്ഞാൽ മതി, ഈ ആളുകളെ വിലയിരുത്തിയാൽ മതി. ഈ ആളുകളെ വിലയിരുത്തുന്നതോടുകൂടെ കാര്യങ്ങൾ വളരെ വ്യക്തമാകും. മാത്രവുമല്ല, ഈ സംഘടനക്ക് പോറലേൽക്കരുത് എന്ന് വിചാരിച്ച് എനിക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. ഈ കഴിഞ്ഞ റമദാനിൽ എന്നെ വിളിപ്പിച്ചു ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും എന്നെ തിരിച്ചെടുക്കാനുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഇത് നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഞങ്ങളൊക്കെ സംഘടനക്കെതിരാണ്, ആദർശത്തിനെതിരാണ്, ശിർക്കിന്റെ പ്രചാരകരാണ് എന്നൊക്കെയല്ലേ പറയുന്നത്. കേൾക്കണോ? നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. അവിടെ വെച്ച് ഞങ്ങൾ തീരുമാനമെടുത്തു, റമദാൻ കഴിഞ്ഞാൽ ജിന്നീസീർ വിഷയത്തിൽ ഈ ഇബാദത്ത് തുടങ്ങിയ വിഷയങ്ങളിലും ഒരു ചർച്ചയിനി സമ്മേളനം കഴിയുന്നത് വരെ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. നിങ്ങളും അതനുസരിക്കണം. നിങ്ങൾ സമ്മേളനത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പരിശുദ്ധ റമദാനിൽ നോമ്പ് തോറ്റ് വൈകുന്നേരം അസറിന് ശേഷം അസറോടുകൂടെ ഞങ്ങൾ തീരുമാനിക്കുകയാണ്. നേതൃത്വം എല്ലാവരും ഉണ്ടവിടെ.
എല്ലാ പ്രഗത്ഭരായ നേതാക്കന്മാരും ഉണ്ട് അവിടെ. അങ്ങനെ തീരുമാനമെടുത്തു, ആരും ഈ വിഷയം റമദാൻ ലേശം ചർച്ച ചെയ്യരുത്. ഇനി നിങ്ങൾ ചിന്തിച്ചോ, അതിനുശേഷം പിന്നീട് ഒരു മാസത്തിനുള്ളിലായി പിന്നെ നമ്മൾ കാണുന്നത് എന്താ? 29 ഓഗസ്റ്റ് 29 കൊടുവള്ളിയിൽ ഗ്രൂപ്പ് മീറ്റിംഗ്, ആദർശ വിശദീകരണം എന്ന പേരിൽ ശിർക്കാരോപണം ഇത് നടക്കാൻ പോകുന്നു. അതുപോലെ 30 ജാമ്യയിൽ നടക്കാൻ പോകുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. സംഘടനക്കെതിരല്ല, ഞാൻ എല്ലാവരെയും വിളിച്ചു. പാലക്കാട് വലിയൊരു നേതാവുണ്ടല്ലോ, അദ്ദേഹവുമായി ഞാൻ എത്രയോ റൗണ്ട് സംസാരിച്ചു. കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ പ്രഗത്ഭരായ നേതാക്കന്മാർ, KJയുടെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ഈ മുഖാമുഖങ്ങളിൽ പങ്കെടുക്കുന്ന പ്രബോധകർ, അത് സംഘടിപ്പിക്കുന്നവർ എല്ലാവരെയും പല ഊരു ഞാൻ വിളിച്ചു. അത് നടന്നാൽ നമ്മുടെ പിളർപ്പിന്റെ ആരംഭം കുറിക്കലായിരിക്കും. നിങ്ങൾ തന്ന വാക്കിനെതിരാണത്, ചെയ്യരുത്. റമദാനിൽ പടച്ചവനെ സാക്ഷ്യം നിർത്തിയാ ചെയ്തത്. അലം യഅലം ബിഅന്നല്ലാഹ യറാ, നിങ്ങളുടെ എല്ലാ പ്രവൃത്തിയും അല്ലാഹ് കാണുന്നുണ്ട്, ചെയ്യരുത്. ഇത് സംഘടനക്കെതിരാണ്, നാം എടുത്ത തീരുമാനത്തിനെതിരാണ്. പറയൂ, എവിടെയാ തെറ്റ് സംഭവിച്ചത്? നിഷേധിക്കട്ടെ. പാലക്കാട് ഞാൻ പറഞ്ഞ നേതാവിനെ മനസ്സിലായിണ്ടാവും, അതുപോലെ എറണാകുളം നേതാവ് മനസ്സിലായിണ്ടാവും, അതുപോലെ മുക്കം നേതാവ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇവരോടൊക്കെ കടലുണ്ടി നേതാവ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവരോടൊക്കെ പല ചാലി ഞാൻ സംസാരിച്ചു. നമുക്കതൊക്കെ നിർത്തിവെപ്പിക്കാന്നുള്ള രൂപത്തിൽ ആദ്യമൊക്കെ പലരും സംസാരിച്ചു. പിന്നീട് എന്നോട് തർക്കിക്കാൻ തുടങ്ങി. ചിലരെന്നോട് പറഞ്ഞെന്തറിയോ, ജംഇയ്യത്തുൽ-ഉലമയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഞാൻ ഏറെ സ്നേഹിക്കുന്ന മനുഷ്യൻ, സംഘടന പിളർന്നാലും അത് മുന്നോട്ട് പോകും, തടുക്കാൻ കഴിയില്ല. എറണാകുളത്തുള്ള ഞാൻ ഏറെ പ്രിയങ്കരനായി കാണുന്ന, ഇന്നും സ്നേഹത്തിൽ ഒരു കമ്മിയും വരാതെ ഞാൻ കാത്തു സൂക്ഷിച്ചിട്ടുള്ള മനുഷ്യൻ പറയാണ്, പിളരട്ടെ, കുഴപ്പമില്ല, ഞങ്ങൾ അനുവദിക്കൂല, മുന്നോട്ട് പോട്ടെ എന്നാ പറയും. സഹോദരങ്ങളെ, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഇടപെട്ടു. അതിനുശേഷം സെപ്റ്റംബർ 9 എറണാകുളത്തൊരു വാദപ്രതിവാദം. ജംഇയ്യത്തുൽ-ഉലമ വിളിച്ചതല്ല, അമ്മത്തണ്ടോ എന്ന് ഭയ മുസ്ലിയാരി ഇപ്പൊ മൂപ്പര് വിളിച്ചു. ജംഇയ്യത്തുൽ-ഉലമ എന്ന ബാനറിലല്ല. അങ്ങനെ അത് നിർത്തിവെപ്പിക്കാൻ എത്ര റൗണ്ട് ഈ പറഞ്ഞ മുഴുവൻ ആളുകളെയും, അത് നടക്കുന്ന സെപ്റ്റംബർ 9 രാവിലെ എറണാകുളത്തെ പ്രിയങ്കരനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു നടക്കും. ഞാൻ കരഞ്ഞു, അദ്ദേഹം നിഷേധിക്കില്ല. അതിൽ പങ്കെടുത്ത മുസ്ലിയാർ അവിടുത്തെ പങ്കെടുത്ത സമയത്ത് പറഞ്ഞു, ബാലുശ്ശേരി വിളിച്ച് മിസ്കോൾ കണ്ട്, മിസ്കോളല്ല, വിളിക്കുകയായിരുന്നു, കേഴുകയായിരുന്നു, അപേക്ഷിക്കുകയായിരുന്നു. നിങ്ങൾ ഈ പ്രസ്ഥാനം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നടത്തരുത്, നമ്മുടെ പിളർപ്പിന്റെ ആക്കം കൂട്ടും. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാം, 29 ഓഗസ്റ്റ് 29-നെയും 30-ന്റെയും അതുപോലെ തന്നെ 1-ാം തീയതി ബുസ്താനിൽ നടന്നതിനെയും അതല്ലേ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് ഇതിനെ എത്തിച്ചത്? ആരാ ഇത് പബ്ലിക്കിന് കൊടുത്തു? ആരാ ഇത് ചർച്ചയാക്കി? ആരാ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് ഇതിനെ എത്തിച്ചത്? അവരെ നമ്മൾ തിരിച്ചറിയും. ആ ആളുകൾ, പരിമിതമായ ആളുകൾ, അവരെ നമ്മൾ തിരിച്ചറിയും. അവരാണ് ഇതിനെ നശിപ്പിച്ചത്, അവരാണ് ഇതിലേക്ക് എത്തിച്ചത്. എത്ര റൗണ്ടാണ് വിളിച്ചത്? എല്ലാ അർത്ഥത്തിലും ഈ സംഘടനയ്ക്ക് ഒരു പോറൽ വേൽക്കരുത്. അതിനൊക്കെ ശേഷം എന്തൊക്കെയുണ്ടായി? പിന്നെ എന്റെ 20 മിനിറ്റ് ബൈലക്സിലെ ഇതെല്ലാം അവർ ലംഘിച്ചപ്പോ ആദർശത്തോടുള്ള കൂറുകൊണ്ടും ഈ സംഘടനയുടെ സ്നേഹം കൊണ്ടും ചില കാര്യങ്ങൾ ഞാൻ ജനങ്ങളെ അറിയിച്ചു ബൈലക്സിലൂടെ. അത് ആ സന്ദർഭത്തിലായിരുന്നു, നിങ്ങൾ മനസ്സിലാക്കുക സഹോദരങ്ങൾ. അതോടൊപ്പം വളരെ ഗുരുതരമായി ആദർശപരമായി നമ്മൾ നേരിടാൻ കഴിയില്ല. എന്നെ വ്യക്തിപരമായി പിന്നെ പല കാര്യങ്ങൾ, അതിലൊന്നാണ് വലോ അന്നഹും ഇന്നലമോ എന്ന് തുടങ്ങുന്ന ഒരു ആയത്ത് ഖുർആനിലില്ല എന്ന് ഞാൻ പറഞ്ഞ മുസ്ലിയാക്കന്മാര് ചവച്ചു തുപ്പിയ ക്ലിപ്പിംഗ് എന്റെ പേരിലെടുത്തു. എന്റെ പേര് ഏത്? വലോ അന്നഹും ഇന്നലമോ എന്ന് തുടങ്ങുന്ന ആയത്ത് ഖുർആനിലില്ല എന്നെ പരാമർശം. എന്താ വിഷയം ഞാൻ പറഞ്ഞിരുന്നു. അത് മുസ്ലിയാക്കന്മാർ ഇട്ടയിൽ നിന്ന് കട്ട് ചെയ്തിട്ട് അതിട്ട് എന്റെ പേര് ഈ വിഷയമായിട്ട് എന്താ ബന്ധം? എന്താ സംഭവം എന്നറിയോ? സൂറത്ത് നിസായിലെ 64-ാമത്തെ ആയത്തൊരു വിവാദായത്താണ്. വലു അന്നഹും ഇന്നലമോ അംഫുസഹും ജാഊക തുടങ്ങിയിട്ടുള്ളത്. അത് ഒരു മുസ്ലിയാർ ഉദ്ധരിച്ചപ്പോൾ അയാൾ പറഞ്ഞു വലു അന്നഹും എന്ന് തുടങ്ങുന്ന ഈ ആയത്ത്. ഞാൻ എന്റെ പ്രസംഗത്തിൽ എന്ത് പറഞ്ഞു? അങ്ങനെ ഒരു ആയത്ത് അവിടെ ഇല്ല. അത് പറഞ്ഞ കൂട്ടത്തിൽ എന്റെ ധാരണ തെറ്റിയിട്ട് ഖുർആനിൽ അങ്ങനെ ആയത്തില്ല എന്ന് ഞാൻ ശക്തമായി വാദിച്ചു. അതാണ് സംഭവം. ഏതുപോലെ നമ്മൾ ഹമീദ് ഫൈസി വിളയിലുണ്ടല്ലോ, ലൂത്ത് നബിയുടെ കാലത്ത് ആ തൂഫാൻ ഉണ്ടായത്, നൂഹ് നബിയുടെ കാലത്തെല്ലാം ധാരണ തെറ്റി പറഞ്ഞല്ലോ, അതുപോലൊരവസ്ഥ എനിക്ക് വന്നു. അത് ഇപ്പിട്ടിട്ട് ഈ മുസ്ലിയാർ പലയിടങ്ങളിലും ക്ലിപ്പിംഗ് ഇടുകയാണ്.
ഈ മണിയാശാന്റെ പ്രസംഗം നടത്തുന്ന ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞുകൂട്ടിയ വർത്തമാനങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു വിശുദ്ധ ഖുർആനിൽ കൃത്രിമം കാണിച്ചു എന്നുള്ളത്. മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഈ വ്യക്തി തന്നെ പ്രസംഗിച്ച ഒരു പ്രസംഗം, ആ പ്രസംഗത്തെ ഒരു പരാമർശം അപ്പൊ പറയും വലു അന്നഹും, അങ്ങനെ ഒരു ആയത്തിന്റെ ഖുർആനിൽ ഇല്ല. ഞെട്ടിയോ? വലു അന്നഹും എന്ന് തുടങ്ങുന്ന ആയത്ത് ഖുർആനിലില്ല. ഇല്ല, വലു അന്നഹും എന്ന് തുടങ്ങുന്ന ആയത്ത് ഖുർആനിലില്ല എന്നാണ് ഒരു സ്ഥലത്ത് സത്താബ് ചോദിച്ചത്. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു ആയത്തില്ല ഖുർആനിൽ. സത്യ വലു അന്നഹും എന്ന് തുടങ്ങുന്ന ഒരു ആയത്തില്ല. കണ്ടോ, 4 ആയത്തുണ്ട് ഖുർആനിൽ. ഒരായത്തല്ല, 4 ആയത്തുണ്ട് അല്ലാഹുവിന്റെ ഖുർആനിൽ. വലു അന്നഹും എന്ന് തുടങ്ങുന്ന ഒരായത്ത് വിശുദ്ധ ഖുർആനിൽ ഇല്ല എന്ന് പരസ്യമായി ഇദ്ദേഹം പ്രസംഗിക്കുകയാണ്. ഇതൊരാൾ എടുത്ത് ക്ലിപ്പാക്കിയിട്ട് കേരളത്തിൽ ഇറങ്ങിയിട്ട് പൊതുജനങ്ങളോട് പറയാ, അല്ല നമ്മുടെ ബാലുശ്ശേരിക്കാരൻ മൗലവി എന്ന് പറയുന്ന ആള് അള്ളാഹിന്റെ പേരിൽ ഇതാ കൃത്രിമം കാണിച്ചിരിക്കുന്നു. കാരണം വലൗ അന്നഹും എന്ന് തുടങ്ങുന്ന ഒരു ആയത്ത് ഖുർആനിൽ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 103-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്നു, വലൗ അന്നഹും ആമനൂ വത്തഖൗ ലമതൂബത്തും മിൻ ഇൻദില്ലാഹി ഖൈറുൻ ലൗ കാനൂ യഅലമൂൻ. വിശുദ്ധ ഖുർആനിലെ ആയത്ത് തുടങ്ങിയത് വലൗ അന്നഹും എന്ന് പറഞ്ഞുകൊണ്ടാണ്. വീണ്ടും വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ സൂറത്ത് മാഇദയിലെ 66-ാമത്തെ ആയത്തിൽ കാണാം, വലൗ അന്നഹും അഖാമുത് തൗറാത വൽ ഇൻജീല വമാ ഉൻസില ഇലൈഹിം മിർ റബ്ബിഹിം തുടങ്ങിയത് വലൗ അന്നഹും എന്ന് പറഞ്ഞുകൊണ്ടാണ്. വീണ്ടും വിശുദ്ധ ഖുർആൻ മറിച്ചാൽ കാണാം, അതേ സൂറത്തു തൗബയിലെ 59-ാമത്തെ ആയത്ത്, വലൗ അന്നഹും റദൂ മാ ആതാഹുമുല്ലാഹു വറസൂലുഹു. വീണ്ടും വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ കാണാം, സൂറത്തു ഹുജറാത്തിലെ 5-ാമത്തെ ആയത്ത്, വലൗ അന്നഹും സബറൂ ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും വല്ലാഹു ഗഫൂറുർ റഹീം. 4 ആയത്ത് ഖുർആനിലുണ്ട് വലൗ അന്നഹും എന്ന് തുടങ്ങുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടാൽ എന്താ തോന്നുക? ഖുർആൻ ഒറ്റ ആയത്തില്ല എന്നാണ്. സംശയമുണ്ടോ? ഒറ്റ ആയത്തില്ല. കാര്യം മൂപ്പര് സോളിഡ് പ്രൂഫും സിമെന്റ് പ്രൂഫൊക്കെയാണ്. അങ്ങനെയാണ്, വെറുതെ ഒന്നും പറയില്ല. സോളിഡ് പ്രൂഫ് ഉണ്ടാവും, പിന്നെ സിമെന്റ് ഉണ്ടാവും, പിന്നെ കട്ട ഉണ്ടാവും. അങ്ങനെ വെച്ചിട്ട് മൂപ്പര് മേസ്തിരി പണി നടത്തല ഇടക്കിടക്ക്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ സാധാരണക്കാർ വിചാരിക്കും ഇങ്ങനെയൊക്കെ തന്നെ, ഇത് ഇദ്ദേഹം പറയുന്ന പോലെ തന്നെ നല്ല 4 ആയത്ത് ഖുർആനിലുണ്ട്. പക്ഷെ ഞങ്ങളൊരു കൃത്രിമമായിട്ട് കണക്കാക്കണല്ലോ, ഒരു വിവരക്കേടായിട്ടേ മനസ്സിലാക്കണുള്ളൂ. നിങ്ങൾ ഖുർആനിൽ കൃത്രിമം കാണിച്ചാൽ ഞങ്ങൾ ഒരിക്കലും പറയില്ല, നിങ്ങളുടെ വിവരക്കേടായിട്ട് തന്നെ മനസ്സിലാക്കുന്നുള്ളൂ. സഹോദരങ്ങളെ, ആ വലു അന്നഹും ഇല്ലമു എന്ന് തുടങ്ങുന്ന ആയത്തില്ല എന്ന് പറഞ്ഞ എന്റെ ധാരണ പെശക. അതിലേക്ക് എന്റെ റബ്ബ് കുറച്ചൊരു കാരണം, ആയത്തില്ല എന്നോ ഞാൻ ആയത്തി ഇല്ലാത്ത ആയത്തോതി എന്നൊക്കെയാണ്. അങ്ങനെയല്ല. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ് വലു അന്നഹും ഇല്ലമു എന്നാണ് ആയത്ത് തുടങ്ങുന്നത്. ഇത് പറഞ്ഞപ്പോ എന്തായി പോയി? ഖുർആനിൽ വലു അന്നഹും ഇല്ലമു എന്നില്ല. എന്നിട്ട് എന്റെ പേരിൽ പരിഹാസം. ഇന്നത്തെ വിവാദത്തിൽ എന്തിനു മുസ്ലിം ഉദ്ധരിക്കണം? അപ്പൊ വ്യക്തി വിരോധമല്ലാതെ ആശയപരമായി ഒന്നും പിടിക്കാൻ കിട്ടാത്തത് കൊണ്ട് ആളുകൾ ഈ കോലത്തിലെത്തി. ഇനിയോ ഇതിൽ വളരെ പ്രധാനമായി ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. ഈ മുസ്ലിയാരെന്നെ ഈ വിഷയകമായി പറയുന്ന ഒരു കാര്യം നോക്കും, എന്നിട്ട് അദ്ദേഹം അതിനെതിരെ പ്രവർത്തിക്കുകയാണ്. ആ ഭാഗം എന്നിട്ട് കേൾപ്പിച്ചു. 100 ഡോക്യുമെന്ററികൾ കാണുകയും ക്ലിപ്പ് മുറിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കുകയും ചെയ്തു. പക്ഷെ ഗുരുത്തുണ്ടായില്ല. നമ്മളാ ക്ലിപ്പ് മുറിക്കേണ്ടെങ്കിലും പഠിപ്പിച്ചു കൊടുത്ത്, പക്ഷെ ഗുരുത്തം കെട്ടുപോയി. ചോദിക്കണമായിരുന്നു എങ്ങനെ മുറിക്കേണ്ടതെന്ന്. നമ്മൾ ഖുറാഫികളോട് പോലും ഖണ്ഡന പ്രസംഗം നടത്തുമ്പോൾ ഇന്നും ഞാൻ കാണാത്ത ഒരു CD, അതിന്റെ മുമ്പും ശേഷവും അതിന്റെ ആശയം എന്താണെന്ന് വ്യക്തമാകാതെ ഞാൻ ഇന്ന് വരെ ക്ലിപ്പിടാൻ നിന്നിട്ടില്ല, ഒരാളെ അപമാനിക്കാൻ വേണ്ടിയിട്ട്, ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട്. ഒരു ഖുറാഫിയോട് ഖണ്ഡന പ്രസംഗം നടത്തുമ്പോൾ ആ മാന്യത നമ്മൾ കാണിക്കുന്നുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഖുറാഫികളോട് പോലും കാണിച്ച മാന്യത നമ്മളോട് കാണിച്ചോ? നിങ്ങൾ പറ. ഇതിൽ ഏറ്റവും പ്രധാനം ഈ മുസ്ലിയാരുടെ അവസ്ഥ എന്താ? ലോകത്ത് ഇയാളെ പോലൊരു അവസ്ഥ വേറൊരു പ്രബോധകന് മാനവ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇയാൾ എന്ത് പറയുന്നു അതിനെതിരെ അയാൾ പിന്നെയും പറയും, യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ. എന്റെ പൊന്നു ചങ്ങായിമാരെ, എങ്ങനെയാണോ ആദർശ പോരാട്ടം? ഏതെങ്കിലും ഒരു പരിപാടി പോയി ഇന്ന് ചോറില്ല, ഓനെ വീട്ടിൽ നിന്ന് വെറുതെ ചേലേമ്പരയിലതാ. കഴിഞ്ഞ ആഴ്ച ഒരു ബാപ്പ 2 മക്കളെയും പിടിച്ച് പുറത്തിരുത്തി. എന്തിന് സാഹചര്യങ്ങളുടെ പരിപാടിക്ക് എന്തെല്ലാം എത്ര പേര് എന്തെല്ലാം കോലത്തില്. ഇനി നിങ്ങൾ ശരിക്കും ആരാണ് ഈ പ്രശ്നത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന ആള്? അയാളുടെ ഒക്കെ ഒരു അവസ്ഥ എന്താണ്? അത് നിങ്ങളൊന്ന് കേൾക്കുകയും കാണുകയും അലറി വിളിച്ച് എന്തെല്ലാം ആ ഭാഗങ്ങൾ നിങ്ങളൊന്ന് കണ്ടോളൂ.
പ്രചരിപ്പിക്കുകയോ എന്നെപ്പറ്റി കള്ളത്തരം പറഞ്ഞ് മറ്റുള്ളവരിൽ മറച്ചു വെച്ച് ഒപ്പ് വാങ്ങിച്ച് അത് നെറ്റിലൂടെയും നാട്ടിലൂടെയും പ്രചരിപ്പിക്കുകയോ വെറുതെ വിടില്ല. ഇതാണോ 110 ക്യാരറ്റ്? അപ്പൊ ഇത്തരത്തിലുള്ള കള്ളന്മാര്, നികൃഷ്ട പ്രവർത്തനം ചെയ്യുന്നവർ ആരാണെങ്കിലും അവരെ പ്രസ്ഥാനം വിളിച്ചു വരുത്തി അന്വേഷിച്ച് വേണ്ടത് ചെയ്യും. ആദർശപരമായ അച്ചടക്കം, സംഘടനാപരമായ അച്ചടക്കം ഈ ആദർശ പ്രസ്ഥാനത്തിന് അനിവാര്യമാണ്. അത് ലംഘിക്കാൻ അനുവദിക്കില്ല എന്ന് നേതൃത്വവും നേതൃത്വത്തിന്റെ കൂടെയുള്ള അനുയായികളും പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ട് അവസാനിപ്പിക്കുക. അതൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. നമ്പറിട്ട് പറയും. എനിക്ക് ഈ സാലിമിനെ പറ്റിയിട്ട് നല്ല 1-ാം നമ്പർ ക്ലിപ്പ് ഉണ്ടാക്കിയാണ്ട് വിട്ടൂടെ? എൻ്റെ മൂക്ക് ഓൻ ചെത്തുവോ? എൻ്റെ മൂക്കോൻ ചെത്തുമെങ്കിൽ ഓൻ്റെ മൂക്ക് എനിക്കും ചെത്താൻ കഴിയൂലേ? പക്ഷെ ആ പണി ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യാൻ വിചാരിച്ചിട്ടില്ല. കഴിയാത്തവനൊന്നുമല്ല ഞാൻ. അത്യാവശ്യം ഇരിക്കും. ഞാനും ആ പ്രായം കഴിഞ്ഞിട്ട് തന്നെ വന്നത്. ആ പ്രായത്തിലുള്ള വിളവും കുബുദ്ധിയും എനിക്കറിയാം. ഈ പ്രായം വരെയുള്ള പരിചയവും എനിക്കുണ്ട്. സഹോദരങ്ങളെ, ഏതില് കുബുദ്ധിയിലും വിളവിലും എനിക്ക് പ്രായം വരെ നല്ല പരിചയമാണ്. അതായി ഈ പ്രസ്ഥാനം അനുഭവിക്കുന്ന ഒരു ദുരന്തത്തിന്റെ കാരണം. ഇത് ഞാനല്ലല്ലോ പറയുന്നത്. ആർക്കെതിരെയാണ് ഈ ആക്രോശം? ഈ നട്ടപ്പാതിരാക്ക് ആർക്കെതിരെയാണ്? എനിക്ക് മൂക്കിയെത്താൻ അറിയാന്ന്, അതൊക്കെ കഴിഞ്ഞു വന്നതാണ്. എനിക്ക് കുബുദ്ധി അറിയാം, അതുപോലുള്ള അറിയാം. അത് ഇന്നും തുടരുന്നു. അതെന്നെ അതിന്റെ കുഴപ്പം. ആ കുബുദ്ധിയും ആ കുരുട്ട് ബുദ്ധിയും ഇതിൽ കാണിക്കുന്ന സകലതും ഈ ആദർശ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ബാക്കി കേട്ടോളൂ. അങ്ങനെ ഒരു ആയത്തുണ്ട് ഖുർആനില്. എന്ന് പറഞ്ഞതും ഖുർആനാ. തിന്മയെ നന്മ കൊണ്ട് നേരിടുക. ചിലപ്പോ തിന്മയെ തിന്മ കൊണ്ട് നേരിട്ടാലേ അതണ്ട് അവസാനിക്കും. ചിലപ്പോൾ അങ്ങനെ വേണ്ടി വരും. ഞാൻ കുളിക്കുമ്പോൾ കുപ്പായവും ബനിയനും ഷഡ്ഡിയും തുണിയൊക്കെ അഴിച്ചൊരു മുണ്ട് കൊടുത്തിട്ടാ കുളിക്കൽ. കുളിമുറിയിൽ ഒരുത്തന്നെ അത് ഫോട്ടോ എടുത്തിട്ട് കണ്ടോ അബ്ദുറഹ്മാൻ സലഫിന്റെ സംസ്കാരം, മൂപ്പര് വെറും മുട്ടിന്റെ മീതെ കാണുന്ന ഒരു തുണി കൊടുത്തിട്ടാ നടക്കുന്നത് എന്ന് പറഞ്ഞ് നെറ്റിലിട്ടാ എങ്ങനെ ഉണ്ടാവും? കുളിക്കുമ്പോൾ അങ്ങനെ അബ്ദുറഹ്മാൻ സലഫി. ഇനി 1ഉം 2ഉം നടന്ന 2ഉം ഇരിക്കുമ്പോൾ തുണി പൊക്കിയിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ ഒരുത്തൻ ഫോട്ടോ എടുത്തിട്ട് ഈ ജാതി ആളാ സലഫി എന്ന് പറഞ്ഞാൽ മോശമാകല്ലാതെ ഇന്ന തെറി പറഞ്ഞ് മോശമായിട്ട് സംസാരിച്ച അതിൻ്റെ പല്ലിയാൻ അടിച്ചു വയ്ക്കുന്നു പറയേണ്ടി വരും. ചിലപ്പോൾ ഞാൻ അതിൻ്റെ അപ്പുറമൊന്നും ചെയ്യേണ്ട സ്ഥിതി ഉണ്ടാകാതെക്കട്ടെ ഈ ജന്മത്തിൽ എന്നാണ് വിചാരിക്കണത്. ഏതായാലും ഞാൻ ആരും പല്ലിതുവരെ അടിച്ച് കൊഴിച്ചിട്ടില്ല. വർത്താനൊക്കെ ആവശ്യത്തിനനുസരിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ എനിക്ക് കഴിയും ചെയ്യും. പറയേണ്ടി വരുമ്പോ അത് പറയും. അത്രേ ഉള്ളൂ. പല്ലടിച്ചു വയ്ക്കുന്നൊക്കെ ഞാൻ പറയും, പറഞ്ഞിട്ടുണ്ട്, പറയേണ്ടി വരും. മാത്രമല്ല അതിൽ കൂടുതലും ചിലത് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കൊല്ലുന്ന്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈ ആളാണോ നമ്മുടെ സംഘടനയെ നയിക്കേണ്ടത്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു നേതാവിനെ, ചട്ടം വിത്തരം പറയുന്ന ഒരു നേതാവിനെ, സ്വന്തം അനുയായികളെ കുറിച്ച് പറയുന്ന പല്ലടിച്ചു വയ്ക്കുന്ന ഷാഫി സലാഹിനോടാ ചിലപ്പോ കൊല്ലേണ്ടി വരും എന്നുള്ള ധ്വനി ആലോചിച്ചു നോക്കണം. നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാണോ നമ്മൾ ചെയ്ത തെറ്റ്? എന്തൊക്കെ ഡയലോഗുകളാണ്, എന്തൊക്കെ മ്ലേച്ഛതയാണ് ആ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ചു നോക്കേ. മാത്രമല്ല തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കാൻ ചിലപ്പോ തിന്മയെ തിന്മ കൊണ്ട് പ്രതിരോധിക്കേണ്ടി വരും. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ നമുക്ക്? ഈ ആളുകളാണോ നമുക്ക് നേതൃത്വം നൽകേണ്ടത്? അപ്പൊ ഇവിടെ സംഘടനയല്ല പ്രശ്നം, ആദർശമല്ല പ്രശ്നം. സംഘടനയും ആദർശവും മര്യാദയും സംസ്കാരവും ഇല്ലാത്ത ഇങ്ങനെയുള്ള ആളുകൾ ഇതിനെ ഇപ്പോൾ ചുക്കാൻ പിടിക്കുന്നു. അപ്പൊ പ്രശ്നങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾക്ക് പ്രശ്നം മനസ്സിലായോ? ഇനി നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ക്ലിപ്പിംഗ് കൂടി കേട്ടാൽ ഞെട്ടിപ്പോകും നിങ്ങൾ. എന്ത് പറ്റി നമ്മുടെ ആളുകൾക്ക്? ഏറ്റവും ഉന്നതമായ സംസ്കാരത്തിന് വേണ്ടി അയച്ചിട്ടുള്ള പ്രവാചകന്റെ അനുയായികൾക്ക് ഈ ഒരവസ്ഥാ വിശേഷം വരാൻ പാടുണ്ടോ? നിങ്ങൾ ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കി. ചെറിയ മുണ്ടത്തിന് പറ്റിയിട്ടുള്ള വലിയ അബദ്ധം അത് അബ്ദുൽ ജബ്ബാർ മൗലവി ചെറിയ മുണ്ടത്തിൽ നിന്ന് പകർത്തിയെടുത്തു. അദ്ദേഹം ഛർദ്ദിച്ചതാണ് ജബ്ബാർ മൗലവി കുതിച്ചത്. ആ പൃഷ്ഠന്ന കഴിച്ച് ഇലനക്കിയുടെ ചിരിനക്കിയുടെ പൃഷ്ഠന്നക്കി എന്ന് പറയുന്നത് പോലെ ചെറിയ മുണ്ടത്തിന്റെ ഇലനക്കിയ ജബ്ബാർ മൗലവിയുടെ ചിരിനക്കിയായ
സക്കരിയ സലാഹിയുടെ പൃഷ്ഠം നക്കികളാണ് ഇത്തരത്തിലുള്ള വാദങ്ങളുമായി നടക്കുന്നത്. ഈ എടത്തനാട്ടുകരയുടെ പരിസരത്ത് നടന്നിട്ടുള്ള ഒരു പ്രഭാഷണം, ഒരു സാമാന്യ ബോധമുള്ള ഒരാൾ പറയുന്ന എന്തായത്? ജമിയത്തുലമയിലെ സമുന്നതനായ നേതാവാണ്. എന്താ പറഞ്ഞത്? ഇല നക്കുക, ചിറി നക്കുക, 3 പ്രയോഗങ്ങളാണ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. എന്താ പറഞ്ഞത്? ചെറിയ മുണ്ടത്തിന്റെ ഛർദിച്ചത് വാരി വിണുങ്ങിയത്രേ ആര്? ജബ്ബാർ മൗലവി. ജബ്ബാർ മൗലവിയുടെ ചിറി നക്കിയത്രേ ആര്? സക്കരിയ സുലായി. സക്കരിയ സുലായിയുടെ നക്കിയത്രേ അദ്ദേഹത്തിന്റെ കുടലാറുകൾ. നിങ്ങൾ ആലോചിക്കണം. ഈ നാട്ടിൽ വന്നിട്ട് പ്രസംഗിച്ചു പോയതാ. സംസ്കാരമുള്ളവരെ, ദീന് പഠിച്ചവരെ, മതം പഠിച്ചവരെ, നിങ്ങൾ ആലോചിക്കും. ഒരു സാധാരണക്കാരൻ പറയൂ ഈ വാക്ക്? ഒരു സാധാരണക്കാരൻ പ്രയോഗിക്കോ ഇത്? എന്ത് വൃത്തികേടും അയാൾ പറയും, ചെയ്യും. ഇനിയും 20-ലധികം ഈ ജാതി അദ്ദേഹത്തിന്റെ ക്ലിപ്പിങ്ങുകൾ എവിടെ എത്തി നിൽക്കുന്നു? അതുകൊണ്ട് ഈ എടത്തനാട്ടുകരയിലെ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, വളരെ മോശമായ ചില ആളുകൾ ഈ പ്രസ്ഥാനത്ത് ഇപ്പോൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എല്ലാവരും സടകുടഞ്ഞേക്കാം. നമ്മുടെ അൽമനാറിൽ പോലും ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം സിബത്ത് പാലേമാട് എഴുതി പിടിപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. എന്താ? താടി നീട്ടുന്നതിനെതിരെ ശബാബിൽ ലേഖനം 2012 ജൂണിൽ എഴുതിയിരിക്കുന്നു ഇതേ വാചകം. ജമാഅത്തെ ഇസ്ലാമി സാധാരണയായി ഉദ്ധരിക്കാറുള്ള കാര്യങ്ങളാണ്. നമ്മൾ ആ ഭാഗം പ്രത്യേകമായി പഠിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണത്? ഞാൻ ആ ഭാഗം വായിച്ചു കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക്. ഒരു ഭാഗം കേട്ടോളൂ. ആരാണ് ഉത്തമനെന്നും എന്താണ് പാണ്ഡിത്യമെന്നും മേൽ ഹദീസുകളിൽ നിന്ന് വ്യക്തമായിരിക്കുമല്ലോ. എന്നാൽ ആധുനിക സമൂഹത്തിൽ ഖുർആനിലും ഹദീസിലും അവഗാഹം നേടിയ എത്ര പണ്ഡിതന്മാരുണ്ട്. മുട്ടോളം എത്തുന്ന വസ്ത്രവും വെട്ടിയൊതുക്കാത്ത താടിയും ആരെയും ആകർഷിക്കുന്ന തലപ്പാവും എന്ത് വിഡ്ഢിത്തങ്ങളും വിളിച്ചു പറയാനുള്ള തൊലിക്കട്ടിയും ഉണ്ടായാൽ പണ്ഡിതനായി എന്നാണ് സാധാരണ ജനങ്ങൾ ഇത്തരം വേഷധാരികൾ ധരിച്ചു വെച്ചിട്ടുള്ളത്. റിയൽ എസ്റ്റേറ്റ് മാവിയും കൂട്ടുകെട്ടും മതസംഘടനകൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് എങ്ങനെ പ്രവാചകൻ എന്തരാവകാശികളാകാൻ കഴിയും? ഇതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ലേഖനത്തിൽ, ചേകന്നൂരിന്റെ ലേഖനത്തിൽ, പെരിന്തൽമണ്ണ പ്രോഗ്രാമിൽ ഹുസൈൻ സലഫി ആ ഭാഗമെല്ലാം ഉദ്ധരിച്ചിട്ടുണ്ട്. അത് അൽമനാറിൽ എങ്ങനെ വന്നു? താടിക്കെതിരെ നിങ്ങൾക്കറിയാലോ, ജിന്നെ പിശാചി സീർ തുടങ്ങിയ സുല്ലമിയുടെ ബുക്കിൽ പോലും എന്തൊക്കെ കാര്യങ്ങളാണ് ഇസ്ലാമിനെതിരെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എവിടെ നോക്കിയാലും താടിക്കെതിരെ വിമർശനങ്ങൾ അയച്ചുവിടുന്ന ഈ ആളുകൾ പ്രവാചക സുന്നത്തിനെതിരെ ശബ്ദിക്കുന്ന കാഴ്ചയാണ് പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലുമുണ്ട് അത്തരം പരാമർശങ്ങൾ. നിങ്ങൾ നോക്കേ, ശവത്തിന്റെ കൂടെ മോർച്ചറിയിൽ കിടക്കുവാനും അർദ്ധരാത്രി ശ്മശാനത്തിലൂടെ ഏകനായി നടക്കുവാനും പിശാചിനെ ഭയപ്പെടേണ്ടതില്ല. എന്നാൽ പള്ളിയിൽ എനിക്ക് പരിചയമില്ലാത്ത ഒരു താടിക്കാരന്റെ കൂടെ കിടന്നുറങ്ങുവാൻ ഭയമാണ്. എന്തിനാ അവിടെ താടിക്കാരനെ എണ്ണിയത്? പരിചയമില്ലാത്ത ഒരുത്തന്റെ കൂടെ കിടക്കാൻ ഭയം എന്ന് പറഞ്ഞാൽ മൂപ്പരുടെ മനസ്സിലുള്ള ആശയം വ്യക്തമാകില്ല. താടി വെച്ചവൻ കുഴപ്പക്കാരനാണ്, മോശക്കാരനാണ്. എന്തിനധികം പുടിക്കൽ വെച്ച് നടന്നിട്ടുള്ള ഈ ഉത്തരവാദിത്തപ്പെട്ടവരെന്ന് പറയുന്നവർ മുസ്ലിയാരുടെ പ്രസംഗത്തിൽ താടിക്കെതിരെ, സക്കരിയ സുലായിയുടെ നീണ്ട താടിക്കെതിരെ, തഖ്വയിൽ അധിഷ്ഠിതമായ പ്രസംഗത്തിനെതിരെ ഘോരഘോരം പ്രസംഗിക്കുകയാണ്. നിങ്ങൾ നോക്കിക്കോളൂ, ഈ സമ്മേളനത്തിൽ ഹദീസ് നിഷേധികളുടെ നീണ്ട കോമ്പലയായിരിക്കും നമ്മുടെ വേദികളിൽ ഉണ്ടാവുക. പലർക്കും വലിയ വലിയ സ്ഥാനങ്ങൾ, ആവർത്തിച്ച ദിനങ്ങളിലെ സ്ഥാനങ്ങൾ ഒക്കെ ലഭിക്കാൻ വകുപ്പുകളുണ്ട്. നാം ഇവിടെ അറിയുക, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖലൈത വയുസല്ലിമൂ തസ്ലീമാ. പടച്ച തമ്പുരാനാണ് സത്യം. അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യത്തിൽ വിധിച്ചാൽ ഒരു സത്യവിശ്വാസിക്ക് പിന്നെ എതിരഭിപ്രായം ഉണ്ടാകാവതല്ല. സഹോദരങ്ങളെ, ഈ പരലക്കുൽ ഇൻകാന ആബാഉക്കും അല്ലാഹു പറയുകയാണ് സൂറത്ത് തൗബയിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, സന്താനങ്ങളെക്കാൾ, ബന്ധുമിത്രാദികളെക്കാൾ, നിങ്ങളുടെ കുടുംബങ്ങളെക്കാൾ, നഷ്ടം സംഭവിക്കുമെന്ന് വിചാരിക്കുന്ന കച്ചവടത്തെക്കാൾ, നിങ്ങളുടെ കണ്ണിന് ആനന്ദം നൽകുന്ന നിങ്ങളുടെ ഭവനത്തെക്കാൾ നിങ്ങൾക്ക് അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി വജിഹാദിൻ ഫീ സബീലി എന്നത് ഗൗരവമായി നാം കാണേണ്ട കാര്യമാണ്.
അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈ വിഷയമായെല്ലാം പഠിച്ച് സമഗ്രമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്റെ പ്രസംഗത്തിൽ ഒരു വ്യക്തി വിരോധത്തിന്റെയോ അതല്ലെങ്കിൽ വേറെ നിലക്കുള്ള ആരോപണങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ല ഞാൻ ഇത് പറഞ്ഞത്. നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ പ്രസ്ഥാനം അതിനൊരു പോറലും ഏറ്റിട്ടില്ല, നമ്മുടെ തൗഹീദിനൊരു പോറലും ഏറ്റിട്ടില്ല. കെ എം മൗലവി പഠിപ്പിച്ച, അതുപോലെ വക്കം മൗലവി പഠിപ്പിച്ച, MCC സഹോദരങ്ങൾ പഠിപ്പിച്ച, LV അബ്ദുസ്സലാം മൗലവി പഠിപ്പിച്ച, കെ ഉമർ മൗലവി സാഹിബ് പഠിപ്പിച്ച, ഡോക്ടർ ഉസ്മാൻ സാഹിബ് പഠിപ്പിച്ച, KP മുഹമ്മദ് മൗലവി പഠിപ്പിച്ച, AP അബ്ദുൽ ഖാദർ മൗലവി പഠിപ്പിച്ച നമ്മുടെ ആദർശ പ്രസ്ഥാനത്തിന് ഒരു തകരാറും സംഭവിച്ചിട്ടില്ല എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. മരണത്തിന് ശേഷമുള്ളൊരു ജീവിതത്തിന് വേണ്ടി സന്നദ്ധരാവുകയും പഠിക്കുകയും കാര്യങ്ങളെ വളരെ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇത് വളരെ കൃത്യമായി പഠിച്ച് വളരെ കൃത്യമായി മനസ്സിലാക്കി കാര്യങ്ങളെ വ്യവച്ഛേദിച്ച് പഠിച്ച് വിലയിരുത്തേണ്ടതുണ്ട് എന്നെനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്, ഇവിടെ ഇസ്ലാമിക സമൂഹത്തിലെ വളരെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഈ കാര്യത്തിൽ സംശയാലുക്കളും അതുപോലെ എതിരഭിപ്രായമുള്ളവരുമാണ്. ഇവിടെയാണ് നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. നമ്മുടെ നേതൃത്വം നമുക്കെന്നും ആവശ്യമുള്ളതാണ്. ഈ വിഷയത്തിലെല്ലാം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഖുർആനും സുന്നത്തും എന്ത് പറയുന്നു, സലഫുകൾ എന്ത് പറയുന്നു, സച്ചരിതരായ ആളുകൾ എന്ത് പറയുന്നു, അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കൃത്യമായ ലൈൻ. അല്ലാതെ ആക്രോശത്തിന്റെയോ അക്രമത്തിന്റെയോ അതുപോലെയുള്ള കാര്യങ്ങളോ അല്ല എന്നത് വളരെ കൃത്യമായി നാം മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യേണ്ടതുണ്ട്. മാത്രമാണോ സഹോദരങ്ങളെ നിങ്ങൾ ഈ കാര്യത്തിൽ ഗൗരവമായി മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ തന്നെയും ഈ പ്രസ്ഥാനത്തെ സ്നേഹിച്ചത് ഇതിന്റെ വ്യതിരിക്തത ഖുർആനും സുന്നത്തുമാണ് എന്നതുകൊണ്ടും അത് കറകളഞ്ഞ തൗഹീദിൽ അധിഷ്ഠിതമാണെന്നതുകൊണ്ടുമാണ്. ആ സുന്നത്തിനെ സംരക്ഷിക്കുകയും തൗഹീദ് അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയും ജീവിതത്തിന്റെ ഒരു മേഖലയിലും ജിന്നിനോടാകട്ടെ മലക്കിനോടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പാടില്ല. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായം തേടാൻ പാടില്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും കാര്യങ്ങൾ വ്യവച്ഛേദിച്ചു വിലയിരുത്തുകയും സംഗതികൾ പഠിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ഈ വൈകിയ വേളയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്ത് മുടങ്ങിപ്പോകാൻ പാടില്ല. നമ്മുടെ സാൽവേഷനെ നാം ഓർത്തെടുക്കണം. നമ്മുടെ മഹാസമ്മേളനങ്ങളെ നന്മയിലേക്ക് തിന്മക്കെതിരെ എന്ന നമ്മുടെ ക്യാമ്പയിൻ ഓർക്കണം. അതുപോലെ അനവധി നമ്മുടെ പ്രോഫ് കോഡുകൾ, ഇതെല്ലാം ഇനിയും നമുക്ക് വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ കഴിയും. കാരണം ചില ആളുകൾക്ക് മാത്രമാണ് തെറ്റിദ്ധാരണ ഉണ്ടായത്. ആ ആളുകൾ കാര്യങ്ങൾ വിലയിരുത്തി തിരിച്ചു വന്നാൽ കാര്യങ്ങൾ തീരാവുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ വാക്കുകളിലോ എന്റെ വായനകളിലോ എന്റെ ഏതെങ്കിലും ഒരു വിഷയത്തിലോ എന്തെങ്കിലും തെറ്റുകളോ സൂക്ഷ്മത കുറവോ വന്നിട്ടുണ്ടെങ്കിൽ അതെന്റേത് മാത്രമാണ്. അതാര് ചൂണ്ടിക്കാണിച്ചാലും തിരുത്താവുന്നതാണ്. തെറ്റുകൾ എന്റെ ഭാഗത്തുനിന്നും തെറ്റുകൾക്ക് പ്രേരിപ്പിക്കുന്ന പിശാചിന്റെ ഭാഗത്തുനിന്നുമാണ്. ഞാൻ ദീനിയായി നിങ്ങളോട് പറഞ്ഞതെല്ലാം അത് അല്ലാഹുവിന്റെ ദീനാണ്. അതിനനുസരിച്ചാണ് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വിലയിരുത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തെറ്റുകൾ അവൻ നമുക്ക് പുറത്തു തരുമാറാകട്ടെ. കാര്യങ്ങൾ വിവച്ഛേദിച്ച് പഠിച്ചു മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. സത്യത്തിന് വേണ്ടി ജീവിക്കാൻ അല്ലാഹു നമുക്ക് അവസരം നൽകുമാറാകട്ടെ. കാര്യങ്ങളെ കൃത്യമായി പഠിക്കാനും വിലയിരുത്താനും അല്ലാഹു നമുക്ക് കൂടുതൽ അവസരം നൽകുമാറാകട്ടെ. കേട്ട് മനസ്സിലാക്കി ഓരോരുത്തരുടെയും രണ്ട് ഭാഗവും എന്താണ് പറയാനുള്ളത് എന്ന് കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാൻ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണൽ നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആരോടുമുള്ള വിരോധമോ വ്യക്തിവെറുപ്പുകളോ ഒന്നും നമുക്കിതില്ല. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. ഹക്കിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു മനസ്ഥിതി അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا
ربنا إنك رؤوف رحيم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته.